മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഏറ്റവും സജീവമായി ഇടപെട്ട സംഘടനകളിലൊന്നാണ് ഡിവൈഎഫ്ഐ. ദുരന്ത മുഖത്ത് വളരെ സജീവമായി അവർ രക്ഷാപ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. അതിനുശേഷം വീടുകൾ നൽകുന്നതിൽ ഇടപെട്ടിരുന്നു. എന്തായാലും അവർ ഇന്ന് ഒരു സർപ്രൈസ് സമ്മാനം നൽകിയിരിക്കുന്നു. ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു ഇന്ന്, അല്ലെ? ഈ ആദ്യം മുതൽ തന്നെ ഏറ്റവും സജീവമായി ഇടപെട്ട ഒരു സംഘടനകളിൽ ഒന്നുകൂടിയാണ് ഡിവൈഎഫ്ഐ. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ ആ ദുരന്തമുണ്ടായ സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ മേപ്പാടിയിൽ അന്ന് താൽക്കാലികമായി തയ്യാറാക്കിയ മോർച്ചറിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ സഖാക്കളെ വോളണ്ടിയർമാരായി പറഞ്ഞയക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞ് അവരെ ആ മാസ്ക് പൊക്കി അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനബോധമുണ്ട്. ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർഷിപ്പ് ഇടപെടലുകൾ, ആ രക്ഷാപ്രവർത്തനത്തിന് ഇടപെട്ടത് എല്ലാം ഈ ദിവസം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും അന്ന് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഡിവൈഎഫ്ഐ 25 വീട് പ്രഖ്യാപിച്ചതാണ്. സർക്കാരുമായി ചേർന്ന്, സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വീട് സംഭാവന ചെയ്യും എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ആക്രി പെറുക്കാനും അതുപോലെ തന്നെ അധ്വാനം സംഭാവന ചെയ്യാനും ഒക്കെ ഇറങ്ങി പുറപ്പെടും. ഇപ്പോൾ ഈ സുഹൃത്ത് നമ്മുടെ ആഷിമിന്റെ മകനാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിൽ അന്ന് ഇവന്റെ നമ്മൾ കുഞ്ചി എന്നല്ല പറയുക, അത് പൊട്ടിച്ച് പണം തന്ന മോനാണിത്. ഇങ്ങനെ ഡിവൈഎഫ്ഐ സഖാക്കളുടെ വീടുകളിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എല്ലാം ചേർന്ന് ആക്രി പെറുക്കിയും ഇതുപോലെയുള്ള ഇടപെടലൊക്കെ നടത്തി സമാഹരിച്ച് 25 100 വീടിനുള്ള പണം, ഒരു സ്പോൺസർ 20 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞപ്പോൾ 100 വീടിനുള്ള പണം കൊടുക്കാൻ ഞങ്ങൾക്ക് ഡിവൈഎഫ്ഐക്ക് സാധിച്ചു. അതൊരു അഭിമാന നേട്ടമായിട്ടാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. ഞങ്ങൾക്ക് ശേഷം അത് ഞങ്ങളോടൊപ്പം പ്രഖ്യാപിച്ചു. ഞങ്ങളെക്കാൾ അധികം വീട് പ്രഖ്യാപിച്ച സംഘടനയുണ്ട് ഇവിടെ. നിങ്ങളിൽ പലരും അത് ഒരു പക്ഷേ ചിലപ്പോൾ ചോദിക്കാതിരിക്കലായിരിക്കും. 25 പറഞ്ഞപ്പോൾ അവർ 30 പറഞ്ഞു. പിന്നെ ആ വീടുമില്ല, ഒന്നുമില്ല. അവസാനം അവർ പറഞ്ഞു ഗവൺമെന്റ് വീട് കൊടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഞങ്ങൾ വീട് കൊടുക്കുന്നു. പക്ഷെ ഇന്നലെ കോൺഗ്രസ് ഒരു വീടുകളുടെ തറക്കല്ലിട്ടു എന്നല്ലാതെ വീട് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ തറക്കല്ലിൽ മാത്രം അവസാനിപ്പിക്കുന്നവരല്ല, കല്ലിട്ട് പോകുന്നവരല്ല. ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ആ വാഗ്ദാനങ്ങൾ എങ്ങനെ നിർവഹിക്കാം എന്ന് ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാ. അങ്ങനെ പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഈ ദിവസത്തെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി കാണുന്ന ദിവസമാണ്. ഈ മല കയറുമ്പോൾ ഈ നമ്മുടെ ചുരം കയറുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് പോകുന്ന ആളുകളുടെ, ഈ ദുരന്തബാധിതരെ, ഈ അതിജീവനത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഇവരുടെ സന്തോഷത്തിന്റെ ഭാഗമായി വരുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ സമയത്താണ് ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് TV കൊടുക്കാം. അങ്ങനെ ഒരു LED ഗൂഗിൾ TV 32 ഇഞ്ചിന്റെ TV 178 വീടുകളിലേക്കും കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം 100 വീടിന്റെ പണം കൊടുത്തു. അതോടൊപ്പം 178 വീടുകളിലേക്കുള്ള TV കൊടുത്തു. ഇനിയും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് ഇവിടെ കൂടിയ ഡിവൈഎഫ്ഐ സഖാക്കളെല്ലാം ഉള്ളത്. ഇവരെ പൂർണ്ണമായും ജീവിതത്തിലേക്ക്, അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, എന്നാൽ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, ഞങ്ങളാൽ പറ്റാവുന്നതെല്ലാം അവർക്ക് ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി ഇരിക്കുന്നവരാണ് ഈ കൂടിയ ഡിവൈഎഫ്ഐ സഖാക്കൾ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ TV ഇന്നിവിടെ ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഈ പുതിയ വീട്ടിലേക്ക് കയറുന്നവർക്ക് ഞങ്ങളുടെ സമ്മാനമായി, ഡിവൈഎഫ്ഐയുടെ സമ്മാനമായി കൊടുക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ സമ്മാന വിതരണം തുടരുകയാണ്. നമുക്ക് കാണാം ഈ ഗൂഗിൾ TV 32 ഇഞ്ചുമായി ആളുകൾ പോകുന്ന കാഴ്ച. ജീവിതത്തിലേക്ക് അവർ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഈ വീട് മാത്രം പോരാ, അല്ലെ? നിങ്ങളൊക്കെ എവിടെ താമസിച്ചിരുന്ന ആളുകളാണ്? നിങ്ങൾക്ക് വീട് കിട്ടിയതാണോ? വീട് കിട്ടി. ഇപ്പൊ ഇവര് TV തരുന്നു, അല്ലെ? അതൊരു സന്തോഷമാണ്. ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതുണ്ട്, അല്ലെ? സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീട് തന്ന പോലെ തന്നെ എല്ലാം വരുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ ദുരന്ത നിവാരണ രംഗത്ത് വലിയ സജീവമായി ഉണ്ടായിരുന്നു. 100 വീടുകളുടെ പണം ഡിവൈഎഫ്ഐ നൽകിയെന്നാണ് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. അതിനൊപ്പമാണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ ഇന്ന് ഈ വീട് ലഭിച്ച, അല്ലെങ്കിൽ പട്ടയം ലഭിച്ച 178 കുടുംബങ്ങൾക്കും ഇപ്പോൾ TV നൽകിയിരിക്കുന്നത്. വരും ദിനങ്ങളിൽ പുനരധിവാസം അതിന്റെ യഥാർത്ഥ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണ തലത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സഹായം എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇനിയും ഏറ്റുവാങ്ങാനുണ്ട്. പട്ടയ രേഖകൾ വാങ്ങുന്ന എല്ലാവരും തന്നെ TVയും ഏറ്റുവാങ്ങിയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. പുതിയ ജീവിതത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അവർക്ക് പരമാവധി വീട്ടുപകരണങ്ങൾ വേണം. അതിന് കൂടുതൽ സംഘടനകൾ സഹായവുമായി എത്തുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഡിവൈഎഫ്ഐ അവരോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചിരിക്കുന്നു. കൂടുതൽ സഹായം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഫർണിച്ചറുകളായും മറ്റ് വീട്ടുപകരണങ്ങളായും ഒക്കെ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.